വെക്കേഷനിങ് ആയതോടുകൂടി സമയക്രമങ്ങളൊക്കെ തെറ്റിട്ടോ. അല്ലെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോഴേക്കും വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ 7 മണിയാവും. 7 മണിക്ക് എണീക്കുമ്പോൾ തന്നെ അടുക്കളയിലിട്ട് കയറൂല. പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് പിള്ളേരെ എണീറ്റ് വരുമ്പോഴേക്കും 8:30. പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് ചായയോടെയൊക്കെ കഴിയുമ്പോഴേക്കും 9:30. എല്ലാ ദിവസവും വൈകി എണീറ്റ് പണിയൊക്കെ വൈകുമ്പോൾ വിചാരിക്കും നാളെ നേരത്തെ എണീക്കണമെന്ന്. കാരണം ഓരോ ദിവസവും വൈകി എണീക്കുമ്പോൾ എന്തോ ഒരു സമയമാണെന്ന് അറിയാൻ നഷ്ടപ്പെടുന്നത്. പിറ്റേ ദിവസം പക്ഷെ അങ്ങനെ തന്നെ സംഭവിക്കും. കിടക്കുമ്പോൾ വൈകും, അതേപോലെ തന്നെ എണീക്കുമ്പോഴും. എനിക്ക് ചെയ്യുന്നതിൽ ഏറ്റവും മടിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകലാണ്. രാവിലെ ബാക്കി എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ ആകപ്പാടൊരു മുഷിപ്പാണ്. ഇതിപ്പോൾ 10 മണിയായപ്പോഴേക്കും ചായയുടെ പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാലൻസ് ഉച്ചത്തേക്കുള്ള പണി ഇനി കിടക്കുവാണ്. രാവിലെ ചായയോടെയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാലും ഇനി ഉച്ചപ്പണി തുടങ്ങുമ്പോൾ വീണ്ടും അടുക്കള മോശമാവും കേട്ടോ. പിന്നെ വിചാരിക്കും തിരക്ക് പിടിച്ച് ചെയ്തിട്ട് എങ്ങോട്ട് പോകാനാ, എങ്ങും പോകാനില്ല, പതുക്കെ പതുക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഓരോ സമയം വൈകിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പൺ കിച്ചണൊക്കെ ഉള്ളിടത്ത് അടുക്കളയിൽ എപ്പോഴും സാധനങ്ങൾ ഒതുക്കി വെച്ചില്ലെങ്കിൽ അത് ഭയങ്കര മെനകേടാട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം സാധനങ്ങൾ അകത്തേറ്റി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പെട്ടെന്നെടുത്ത് ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളും മസാലപ്പൊടികളും മാത്രമായിട്ട് പുറത്ത് വെക്കുള്ളൂ. ബാക്കി എല്ലാം കബോർഡിന്റെ അകത്ത് തന്നെയാണ് വെക്കാറ്. ഇതിപ്പോൾ ഈ തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കണ്ട വിചാരിക്കും അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞതാന്ന്. ഒന്നും കഴിഞ്ഞിട്ടില്ല. രാവിലത്തെ പണിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഉച്ചത്തേക്കുള്ള ചോറും കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം. ഇന്നാണെങ്കിൽ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷെ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കാണാലോ.